ശ്രീ ബലദേവ്, കേരളത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശങ്കയുയർത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത്. ഈ വാർത്ത വലിയ രീതിയിലൊന്നും പ്രചരിക്കപ്പെട്ട ഒരു സാഹചര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അവിടെ നടന്ന സംഭവങ്ങൾ വളരെ കൃത്യമായി അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചുകൊണ്ട് ഈ ചർച്ച തുടങ്ങിയത്. ഈ വിഷയത്തിൽ എന്താണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്? ഇടതുപക്ഷത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒറ്റ നിലപാടേ അതിഥി ദേവോ ഭവ. നമ്മുടെ ഭാരതത്തിൽ പുറത്തുനിന്ന് ആര് വന്നാൽ പോലും, അത് നമ്മുടെ ശത്രു രാജ്യത്തു നിന്നായാൽ പോലും, ഇവിടെ വരുന്നവരെ നമ്മൾ അതിഥിയായിട്ടാണ് കാണുന്നത്. അതിഥിയെ ദൈവമായിട്ട് കാണുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. ഒരു കാരണവശാലും ഇതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അത് എന്തിന്റെ പേരിലായിരുന്നു? അതിലൊക്കെ ഉപരിയായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ഭാരതവുമായിട്ട് പണ്ട് മുതലേ വളരെ സൗഹൃദത്തിൽ പോകുന്ന ഒരു രാഷ്ട്രമാണ്. നമുക്ക് പലവിധ സഹായങ്ങളും ചെയ്യുന്ന, നമ്മളുമായിട്ട് നല്ല രീതിയിൽ വർഷങ്ങളായിട്ട് നെഹ്റുവിന്റെ കാലം മുതലേ സഹകരിച്ചു പോകുന്ന രാഷ്ട്രമാണ്. അപ്പോൾ ആ രാഷ്ട്രം മാത്രമല്ല, ഏത് രാജ്യം, പാകിസ്ഥാൻ നമ്മുടെ ശത്രു രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടുന്ന് വരുന്ന ആളിനോട് പോലും അനാവശ്യമായിട്ട് നമ്മൾ ഒരിക്കലും പെരുമാറാൻ പാടില്ല. അങ്ങനെ അതിനെ പെരുമാറിയാൽ അതിനെ ശക്തമായിട്ട് എതിർക്കുകയും അതിനെ തോൽപ്പിക്കുകയും വേണം. അത് നമ്മൾ മൊത്തത്തിൽ അതിനകത്ത് ജാതിയോ മതമോ യാതൊന്നും നോക്കാതെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനിന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ ഇങ്ങനെയുള്ള നടപടികളെ ശക്തമായിട്ട് എതിർത്ത് തോൽപ്പിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ വ്യാപാരി വ്യവസായയുടെ പ്രതിനിധികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം വ്യാപാരി വ്യവസായ അംഗമാണെങ്കിൽ അവർക്ക് അതിനുള്ള നടപടികളായിട്ട് പോകാം. പിന്നീട് ഗവൺമെന്റിനെ സംബന്ധിച്ച് കേസുകൾ വല്ലതും വരികയാണെങ്കിൽ ഗവൺമെന്റിന് ശക്തമായ നടപടികളായിട്ട് മുന്നോട്ട് പോകാം. എന്തു തന്നെ ആയിരുന്നാലും ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ഒരിക്കലും നമുക്ക് അംഗീകരിക്കത്തക്കതല്ല. ഇത് പുറത്തോട്ട് നമ്മുടെ രാഷ്ട്രത്തെ മൊത്തത്തിൽ പേരുദോഷം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ അവരെ അങ്ങനെ തടഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞാൽ എന്നിട്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ ഇസ്രായേലുകാർ പോകുന്നുണ്ടല്ലോ. അവർ ലോക ജനസംഖ്യ നമുക്കറിയാം. ഇത് തടഞ്ഞൊരു കാര്യം മനസ്സിലാക്കണം. ഇസ്രായേലിലെ ജനസംഖ്യ 95 ലക്ഷമേ ഉള്ളൂ. വലിയൊരു രാജ്യമെന്ന് പുറത്തേക്ക് പറയുന്നെങ്കിലും ജനസംഖ്യ 95 ലക്ഷം. അതിനകത്ത് 80 ലക്ഷത്തിൽ താഴെയാണ് ഇസ്രായേല്. അവിടെ ബാക്കിയുള്ള ജനങ്ങൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെയാണ്. എല്ലാ മതസ്ഥരും അവിടെയുണ്ട്. ഇത് പലർക്കും ഇതറിയില്ല. ഇസ്രായേൽ മൊത്തം യഹൂദന്മാരാണെന്നാണ് വിചാരം. അവിടെ 78 ലക്ഷത്തിൽ ചില്ലാനുമാണ് യഹൂദന്മാരുള്ളത്. ബാക്കിയുള്ള ഏകദേശം ഒരു 20 ലക്ഷം, 17 ലക്ഷം, 95 ലക്ഷമാണ്. അവിടെ മുസ്ലിം മതവിഭാഗമുണ്ട്, അവിടെ മോസ്കുകളുണ്ട്. അവിടെ ജീവിക്കുന്ന മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നതുകൂടി ഈ ചർച്ചയിൽ നമ്മൾ ചൂണ്ടിക്കാട്ടി പോകണം. അവിടെ ഇസ്രായേലുകാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനിയും ഒക്കെ വളരെ സൗഹൃദത്തോടു കൂടിയാണ് അവിടെ ജീവിച്ചു പോകുന്നത്. അല്ല, പുറത്തുള്ള പലരുടെയും വിചാരം ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മൊത്തം യഹൂദന്മാർ മാത്രമാണെന്നാണ്. അവിടെ മുസ്ലിങ്ങൾ വളരെ രണ്ടാം സ്ഥാനം അവിടെ മുസ്ലിങ്ങളാണ്. ഏകദേശം ജനസംഖ്യയുടെ 8% മുസ്ലിങ്ങളാണ് അവിടെ. ഇന്ത്യയിൽ നമുക്കറിയാം 15%. പിന്നെ ക്രിസ്ത്യൻ വിഭാഗമുണ്ട്, മറ്റു പല മതങ്ങളും ഉണ്ട്. അവിടെ 10-20 ലക്ഷം ജനങ്ങളുണ്ട്. അപ്പൊ അവിടെ വളരെ സൗഹൃദത്തോടു കൂടിയാണ് കഴിയുന്നത്. പിന്നെ അവരുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ അവർ ശക്തമായിട്ട് തീർക്കും. അത് നമ്മൾ തീർക്കത്തില്ലേ? അതിനകത്ത് നമ്മൾ ജാതിയും മതവും നോക്കാറില്ല. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് നമ്മളിലേക്ക് കടന്നു വന്നാൽ നമ്മൾ അതിനെ ആക്രമിക്കാനോ തർക്കമൊന്നുമില്ല. അത് നമ്മൾ ഒരുമിച്ച് നിന്ന് തീർക്കണം. അപ്പൊ ഈ സംഭവം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇതിനോട് ആരും ഇന്ത്യയിലെ ഒരു മനുഷ്യർ, അത് മുസ്ലിങ്ങൾ പോലും, ഇവിടെ മുസ്ലിമിന്റെ പ്രതിയൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശക്തമായിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളായിരിക്കും അതിനെ എതിർക്കുന്ന കാര്യം. എന്നും കേരളത്തിലെ മുസ്ലിങ്ങൾ, ഇന്ത്യ മൊത്തത്തിലല്ല, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ബാബറി മസ്ജിദ് പോലെയുള്ള സംഭവം ഉണ്ടായപ്പോൾ കേരളത്തിലാണ് ശരിയായിരുന്നത്. കാര്യം എന്താ? ഇവിടുത്തെ മുസ്ലിങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ ഒരു കാരണവശാലും അതിന്റെ പേരിൽ ഇവിടെ ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാകാനും തീരുമാനമെടുത്ത മുസ്ലിങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ള വിദ്യാഭ്യാസം. ശ്രീ ബലദേവ്, ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ഈ സംഭവം അങ്ങ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവം, അപലപിക്കപ്പെടേണ്ടതാണ്. ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യില്ല ഈ വിഷയത്തിൽ ഈ കശ്മീരി വ്യാപാരികളെ എന്തൊക്കെ പറഞ്ഞു. പക്ഷേ ഈ കശ്മീരി വ്യാപാരിക്കെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നടപടി എടുത്തതായി അങ്ങേക്കറിയാമോ? ഇത് ഈ സംഭവം നടന്നത് ഇന്നാണല്ലോ. ഈ സംഭവം നടന്നത് അതിന് ഞാൻ തുടക്കത്തിലെ 3 ദിവസമായി സംഭവം നടന്നിട്ട് അല്ല, ഞാൻ പറഞ്ഞത് ഇത് പുറത്ത് ഇത് വാർത്തയായിട്ട് പ്രചരിച്ചതും ഒക്കെ ഇന്നാണ് നമ്മളൊക്കെ അറിഞ്ഞ സംഭവം ഇതാണ്. അപ്പൊ ഇതിനകത്ത് എല്ലാത്തിലും തീർച്ചയായിട്ടും ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് ഇന്ന് ഈ സംഭവത്തിന് എന്റെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴാണ് ഞാൻ അന്വേഷിച്ചത്. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഗവൺമെന്റ് ശ്രദ്ധയിൽ ഈ സംഭവം പെട്ടിട്ടില്ല, ആരും അവിടെ പരാതിപ്പെട്ടിട്ടില്ല. അതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഈ ഒരു വിഷയം വന്നിട്ടില്ല. അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചയായ ഈ സംഭവം ഇവിടെ പിണറായി സർക്കാരിന്റെ, സംസ്ഥാന പോലീസിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് സർ അപകടം. അങ്ങനെ വ്യാഖ്യാനിച്ചു പോകണ്ട. ഇപ്പോഴുണ്ടാകുന്ന പല ഇഷ്യൂസ് ഇവിടെ മാത്രമല്ലല്ലേ, നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ വരുന്ന വിദേശ ടൂറിസ്റ്റുകൾ. ഈ പറയുന്ന ഹയാസ് അഹമ്മദ് റാത്തർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് പറയൂ. ഇവിടെ ടൂറിസ്റ്റുകളെ, ഇവിടെ കേരളത്തിന്റെ കൃത്യമായ വരുമാനം എന്ന് പറയുന്നത്
ഇവിടെ കിട്ടുന്ന ടൂറിസം രംഗത്തിൽ നിന്നുള്ള നമ്മുടെ വരുമാനമാണ്. കേരളത്തിലെ മറ്റെല്ലാ മേഖലകളിൽ നിന്നുള്ള വരുമാനം നമുക്ക് അന്യമാകുകയാണ്. ആകെ ഒരു പ്രതീക്ഷ ഈ ടൂറിസം വകുപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ വളരെ കൃത്യമായി ടൂറിസം മേഖലയെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് നടപടികൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ദാരുണമായ സംഭവം ഉണ്ടായി. ഇങ്ങനെ ഭാരതം തന്നെ അപകീർത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇവിടുത്തെ ടൂറിസം വകുപ്പ് മിണ്ടിയോ, ടൂറിസം മന്ത്രി മിണ്ടിയോ, മുഖ്യമന്ത്രി സംസാരിച്ചോ, സംസ്ഥാന പോലീസ് മേധാവി സംസാരിച്ചോ? നമ്മൾ അവതാരക ഇതിനെ ആ രീതിയിലേക്ക് കൊണ്ടുപോണ്ട. കാരണം ഈ സംഭവം നമ്മൾ അറിഞ്ഞിട്ട് നമ്മളിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഈ വ്യാപാരി തന്നെ അവരെ മാപ്പ് പറയുകയും അവർക്ക് നിങ്ങൾ വിട്ട ഫോട്ടോയിൽ തന്നെ എനിക്ക് തോന്നുന്നു അവർ പരസ്പരം ഷെയ്ക്കാൻ്റെ കൊടുത്ത് പിരിഞ്ഞ ഫോട്ടോയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു പരിഹാരമല്ല. കാരണം നമ്മുടെ പെടലിക്കൊന്ന് അടിച്ചിട്ട് മാപ്പ് പറഞ്ഞാൽ മാത്രം തീരുന്ന കാര്യമല്ല. അപ്പോൾ ഇവിടെ പരാതിക്കാരന്റെ ഒരു പ്രശ്നം, ആ പരാതിക്കാരൻ ഇപ്പൊ കേരളത്തിലുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പരാതി ഗവൺമെന്റ് ലഭിച്ചിട്ടില്ല, ആരും ഇത് പരാതിപ്പെട്ടിട്ടില്ല. പിന്നെ ഇത് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു അവിടെ എല്ലാം വ്യാപാരി വ്യവസായികളുടെ ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുണ്ട്, അവരും ഇതിനകത്തൊക്കെ ബന്ധപ്പെടേണ്ടവരാണ്. കാരണം ഇതിനകത്ത് ഇദ്ദേഹത്തിന് വ്യാപാരി വ്യവസായ അംഗത്വം ഉണ്ടോ, അംഗത്വം ഇല്ലാതെ രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു അനൗദ്യോഗിക കടയാണോ, ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നാൽ ഇതിനെ അംഗീകരിക്കുന്നില്ല, തർക്കമൊന്നുമില്ല. പിന്നെ ഇതൊരു ഇഷ്യൂ ആയിട്ട് വരികയും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടുത്തുകയും വേണം. എല്ലാം ഒന്നും ഗവൺമെന്റ് ശ്രദ്ധയിൽ എപ്പോഴും പെടണമെന്നില്ല. കാര്യം ഇത് ഇന്ന് തന്നെയാണല്ലോ നിങ്ങൾ പോലും അറിയുന്നത്. ഈ വാർത്ത പുറത്തു വന്നതും ഇന്ന് ഉച്ച കഴിഞ്ഞാണ് എന്നെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴാണ് ഞാൻ ഈ ക്ലിപ്പിംഗ്സ് കാണുന്നതൊക്കെ. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതിന്റെ ഗൗരവത്തോടു കൂടി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും വാർത്ത പുറത്തേക്ക് എത്താതിരുന്നത് എന്നതൊക്കെ വളരെ കൃത്യമായ രാഷ്ട്രീയം അതിന്റെ പുറകിലുണ്ട്.